ഇപ്പം ഈ കൂട് വെച്ച് പിടികൂടാനാണ് ഇപ്പം ആദ്യം കൂടൊരുക്കുന്നുണ്ട്. വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു സർക്കാർ. അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നമ്മളെ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ഇവിടുന്ന് പിടിച്ചിട്ട് പ്രാബല്യത്തിലാവുമെന്ന് പറയാൻ പറ്റില്ല. അത് കൂടുതലല്ല കൂടാനില്ല, വെടിവെക്കൽ എത്ര മാത്രം ഇതാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടായിരിക്കും പറ്റുക. അവര് പറഞ്ഞു കൂടാണെന്നാണ്. ഇതിപ്പോ ചേട്ടാ ഈ കഴിഞ്ഞ ആഴ്ച പുൽപ്പള്ളി മേഖലയിൽ വന്നു, അന്ന് കൂട്ടിനുള്ളിൽ കൃത്യമായി കുടുങ്ങി. കാരണം അന്നത് ആടിനെ മാത്രം പിടിക്കുന്ന ഒരു കടുവയായിരുന്നു. കെണി ഒരുക്കിയാലും ആട്ടുംകൂട്ടിലേക്ക് കടുവ ആകർഷിക്കപ്പെടുമായിരുന്നു. ഇതുവർഷം സാഹചര്യം അതാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇതിപ്പോ കൂട് വെച്ചതിനെ കൊണ്ടിപ്പോ അത് കൂട്ടിന്റെ ഉള്ളിൽ കയറുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളോടിപ്പോ പറഞ്ഞത് ഇതിന്റെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്, ഉത്തരവ് ഇറക്കുമെന്നാണ് പറഞ്ഞത്. അഥവാ ഇവര് കൂട് വെച്ച് കൂട്ടിൽ കയറിയാൽ തന്നെ ഇത് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങുമോ? ഉണ്ടാവൂല. അപ്പൊ അത്രമാത്രം നാടകമാണോ എന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ കൂട്ടിൽ കയറാണെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ കടുവേനെ കൂട്ടിൽ കയറാണെങ്കിൽ വെടിവെച്ച് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമ്മൾ പറയുന്നതല്ല, നമ്മൾ പറയുന്നത് ഇത്രമാത്രം ആക്രമിച്ച് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് നമ്മൾ അഭിപ്രായമല്ല, നമ്മളെ ഈ ജനങ്ങളുടെ തീരുമാനം തന്നെയാണ്. വെടിവെച്ച് കൊല്ലണം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പ്രദേശവാസികൾ എന്ന നിലയിൽ നമ്മൾ പറയുന്നത് വെടിവെച്ച് കൊല്ലണം എന്നാണ്. സാധാരണക്കാരന് ജീവിക്കണ്ടേ? 10 ലക്ഷം രൂപ എന്നിട്ടൊരു കാര്യമില്ല. അവർ 10 ലക്ഷം രൂപ തന്നു എന്ന് പറഞ്ഞതിനെ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടുവോ? അവരെ കുടുംബത്തിന് എത്രമാത്രം നാശനഷ്ടങ്ങൾ വന്നു. അവർക്ക് ഒരാണും ഒരു പെണ്ണാണ്, കെട്ടിച്ചു കൊടുത്തിട്ടില്ല, പഠിക്കുന്ന മക്കളാണ്. അയാളും ആ ഭാര്യ എത്രമാത്രമാണ്, അയാളെ ആ മക്കള് എത്രമാത്രം ഒരു അമ്മേനെ രാവിലെ ഒരു സ്കൂളിൽ പോവുക മറ്റുള്ള കാര്യങ്ങൾക്ക് പോയതിനു ശേഷമായിരിക്കുമല്ലോ ഈ അമ്മ ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് ആ അമ്മേനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് എത്രമാത്രം സങ്കടകരമായ കാര്യമാണ്. ഇന്ന് അവർക്ക് വന്ന കാര്യങ്ങൾ നമുക്ക് വരില്ലേ? നാളെ നമുക്ക് വരില്ലേ? എല്ലാ ദിവസങ്ങൾക്കും നമ്മൾ വരില്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് അറിയോ, ഈ കൂട് വെച്ച് ഇതിനെ പിടിച്ചാൽ തന്നെ ഇതിനെ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു കഴിഞ്ഞാല് അപ്പൊ അവിടെ ഇതേപോലെ തന്നെയല്ല സംഭവിക്കുക. തീർച്ചയായിട്ടും അതാണ് സംഭവിക്കുക. അത് അങ്ങനെ വരരുത്. അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കൂടില്ലാതെ വെടിവെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത്. അവരങ്ങനെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിനിസ്റ്റർ ആ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവ് നടപ്പിലാക്കി പോവുകയാണ് നമ്മൾക്ക് വേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. രേണുക, നാട്ടുകാരെതാണ് പറയുന്നത് വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യമാണ്. ഇപ്പോൾ ഈ കൂടുവെച്ച സ്ഥലത്തു നിന്നും നാട്ടുകാരെയും മാധ്യമങ്ങളെയും ഒക്കെ ഈ പോലീസും വനംവകുപ്പും ചേർന്ന് മാറ്റിയിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് ആകർഷിക്കപ്പെട്ട് കടുവ എത്തും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. ഈ വനംവകുപ്പ് സംഘവും ഈ ഉദ്യോഗസ്ഥരടക്കമുള്ളവരും ഇവിടുന്ന് മടങ്ങുന്നത് നമുക്ക് കാണാം. കൂടിപ്പോൾ അതേ ഈ കടുവ പിടിച്ചു കൊന്ന സ്ഥലത്തിന്റെ ഏതാണ്ട് ഒരു 5 മീറ്റർ 10 മീറ്ററിന്റെ താഴെയുള്ള ദൂരത്താണ് ഇത് നിൽക്കുന്നത്. മറ്റ് എല്ലാവരും ഈ സ്ഥലത്ത് നിന്നും മാറുകയാണ്. ഏതാണ്ട് 3 മണി വരെ ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് എന്നാണ് നേരത്തെ നാട്ടുകാരുടെ ഒരു വാക്കുകളിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലായത്. വനപാലക സംഘം പോലീസുമൊക്കെ ഈ സ്ഥലത്ത് നിന്നും മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൂർണ്ണമായും വനംവകുപ്പിന്റെ ഒരു സർവൈലൻസിലേക്ക് ഈ പ്രദേശം മാറ്റിയിരിക്കുന്നു. മറുവശത്ത് കാട്ടിൽ ഈ കടുവയെ കണ്ടെത്താനുള്ള ഡ്രോൺ പരിശോധനയടക്കം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ, ഇതിപ്പം കൂടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒക്കെ രാവിലെ ആവശ്യപ്പെട്ടതിന് വെടിവെച്ച് കൊല്ലണമെന്നൊരു ആവശ്യമാണ്. അതെ, അതിന്റെ ഒരു വെടിവെച്ച് കൊല്ലണം എന്നുള്ളതിന്റെ ഓർഡർ കിട്ടിയ ഒരു കാര്യമാണല്ലോ ബോഡിയൊക്കെ വിട്ടുകൊടുക്കാൻ കാരണം. ബോഡിയൊക്കെ വിട്ടുകൊടുക്കാൻ കാരണം അതായിരുന്നല്ലോ. അതിനെ വെടിവെച്ച് കൊല്ലാന്നുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ വയനാട് ജില്ല തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വന്യമൃഗത്തിന്റെ ശല്യത്തിൽ. അപ്പൊ തന്നെ പഞ്ചാരക്കൊല്ലി തന്നെ ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഓർഡർ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പൊ എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക്. നമ്മൾ ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മളും ഇതേപോലെ രാവിലെ ഇന്നലെയൊക്കെ നമ്മളൊക്കെ എത്താൻ തന്നെ ഒരുപാട് നേരം വഴിയൊക്കെ എത്തുന്ന ജനങ്ങളാണ് ഈ പരിസരത്തുള്ളവരൊക്കെ. ഇതൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവത്തിനൊക്കെ ഒന്ന് പിടിച്ചു കേട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞമ്മക്കും. ഇതിപ്പോ കൂട്ടിലേക്ക് കയറുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, കയറണം എന്നാണ്. എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കിട്ടണം എന്നാണ് നമ്മളെ ഏറ്റവും വലിയ പ്രതീക്ഷ. അല്ല, ഇതിനനുസരിച്ച് ആശങ്ക കൂടിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ആശങ്ക തന്നെയാണല്ലോ എപ്പോഴും. ഇത് ഈ പരിസരത്ത് എവിടെ ഉണ്ട് നമുക്ക് ഒരിക്കലും എവിടെയുള്ള ഏത് പരിസരത്താണെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ജനങ്ങളെല്ലാം എപ്പോഴും ഇറങ്ങി നടക്കുന്നതാണ്. ഇത് എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ ഒരുപാടുള്ള ഒരു മേഖലയാണിത്. രാവിലെ പൊൽച്ചക്കൊക്കെ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരുള്ള മേഖലയാണ്. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. എത്രയും പെട്ടെന്ന് ഈ കൂട്ടിലൊന്ന് കുടുങ്ങട്ടെ എന്നാണ് നമ്മളൊക്കെ ഏറ്റവും വലിയ പ്രാർത്ഥന. രേണുക, ഇതാണ് ഇവരുടെ പ്രാർത്ഥന. കാരണം ഈ രാവിലെയും വൈകിട്ടും അസമയങ്ങളിലുമൊക്കെ ജോലിക്ക് വരുന്ന ആളുകളാണ്. അവർക്ക് സ്വസ്ഥമായി ജോലിക്ക് വരാനുള്ള ഒരു അവസരം ഒരുങ്ങണം. കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അതിനുള്ള സാഹചര്യം ഒരുങ്ങണം. നമുക്കിപ്പോൾ കാണാം
ദൃശ്യങ്ങളിൽ ആ ബാൻഡ് അവിടുന്ന് അവർ അഴിച്ചു മാറ്റുകയാണ്. ആ അപകട സ്ഥലം മാർക്ക് ചെയ്തിരുന്ന ആ ബാൻഡുകൾ അഴിച്ചു മാറ്റുന്നു. കാരണം കടുവ ഇവിടേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ മറ്റ് തടസ്സങ്ങളുണ്ടാവാൻ പാടില്ല. ഈ സ്ഥലത്തേക്ക് ഒരുപക്ഷെ വീണ്ടും കടുവ എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ആ സംഭവ സ്ഥലത്തിന്റെ വളരെ അടുത്ത് തന്നെയായി കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പൂർണ്ണമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും മാത്രമാണ്. അല്പസമയത്തിനുള്ളിൽ അവരും ആ സ്ഥലത്ത് നിന്നും മാറും. പിന്നീട് ആ കൂട് നിരീക്ഷിക്കുന്ന ഒരു ചുമതലയാവും ചെയ്യുക. ഒപ്പം ഡ്രോൺ ക്യാമറകൾ വനത്തിനുള്ളിൽ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി തെർമൽ ഡ്രോണുകൾ പറപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഡാറ്റകൾ അപഗ്രഥനം ചെയ്ത ശേഷം കടുവയുടെ സാന്നിധ്യം ഈ മേഖലകളിൽ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയും. എന്തായാലും ഇന്നത്തെ ദിവസം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. കാരണം രാവിലെയാണ് ഈ വാർത്ത ഒരു സ്ത്രീയെ കടുവ കൊന്ന് ഭക്ഷിച്ചു എന്ന വാർത്ത 10 മണിയോടുകൂടിയാണ് പുറം ലോകം അറിയുന്നത്. അതിനുശേഷം 10 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 11 മണിയോടുകൂടിയാണ് പുറം ലോകം അറിയുന്നത്. അതിനുശേഷം അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നാട്ടുകാരുടെ ആശങ്കയും ഒക്കെ നമ്മൾ കാണുകയായിരുന്നു. അതിന് പിന്നീട് കടുവയെ പിടികൂടാനോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനോ ഉള്ള ഉത്തരവ് ഇറങ്ങിയതിനു ശേഷമാണ് അവിടെ ഒന്ന് ശാന്തമായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഒരു കൂട് സ്ഥാപിച്ചിരിക്കുന്നു. കൂടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ചെടികൾ കൊണ്ടൊക്കെ മറച്ച് ഒരു കെണി ഒരുക്കിയിരിക്കുകയാണ് കടുവയ്ക്കായി. അവിടേക്ക് കടുവ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അത് ആ പ്രതീക്ഷയോടുകൂടി അതിനെ സർവെയിലൻസിലാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ്. വെടിവെക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെയും ആവശ്യം. നമ്മൾ പലരുടെയും അഭിപ്രായം കേട്ടു. ഇതിനോടകം അന്വേഷിച്ച് ചോദിക്കുന്ന എല്ലാവരും അവരുടെ ഭീതി ഒഴിയണമെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലണം. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാലും അവിടെയും മനുഷ്യരല്ലേ ഉള്ളത്. ഇത് മനുഷ്യനെ കൊന്നു തിന്നതല്ലേ, അതിനെ കൊല്ലണം എന്ന ആവശ്യമാണ് ആ നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ നിയമം അതിന്റെ വഴിക്ക് മാത്രമേ ഇപ്പോൾ പോവുകയുള്ളൂ. ആദ്യം പിടികൂടാനുള്ള ശ്രമം, അതിനുശേഷം സാധ്യമല്ലെങ്കിൽ വെടിവെക്കാനുള്ള തീരുമാനമാണ് ഇപ്പോഴുള്ളത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ സംഭവം നടന്ന ഇടമാണ്, രാധയെ കടുവ ആക്രമിച്ച ഇടം. അതിനുശേഷം അവിടെ നിന്ന് അല്പം അകലേക്ക് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ ഭക്ഷിച്ചു. മൃതദേഹത്തിന്റെ ഏതാണ്ട് പകുതി ഭാഗം മാത്രമാണ് തണ്ടർബോൾട്ട് പരിശോധനയ്ക്കിടെ മടങ്ങുമ്പോൾ കണ്ടെത്തിയത്. ആ ഇടത്ത് തന്നെ വീണ്ടും കടുവയെ കണ്ടു എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു. 3 മണിയോടെയാണ് വനഭാഗത്തേക്ക് കയറിയവർ കടുവയെ കണ്ടത്. അവിടെ തന്നെ കടുവ തമ്പടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് അത് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ കൂട്ടിൽ കയറുമോ അതോ ഇനി വെടിവെച്ച് കൊല്ലാനുള്ള നീക്കത്തിലേക്ക് കടക്കുമോ, അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും കടുവയെ പിടിക്കാനുള്ള ഊർജിത ശ്രമങ്ങളാണ് മാനന്തവാടിയിൽ നടക്കുന്നത്.